90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. ചിരിമണി കുറുമ്പുകളുടെ പ്രിയ സ്വരക്കൂട്ടിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ടോപ്പ് സിംഗർ ഫാമിലിയിലെ ഒരാൾ തന്നെയാണ്, നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ശക്തി ശ്രീ ചേച്ചി. വെൽക്കം. പാട്ടിന്റെ കണിത്താലം ഒരുക്കിയ കുരുന്നു പാട്ടുകാരുടെ വിസ്മയ സന്ധ്യയിൽ കോഴിക്കോട്ട് നിന്നും അമൃതക്കുട്ടി എത്തുന്നു. വെൽക്കം അമൃതവർഷിണി. എന്താ മരം ആ ചെരുപ്പ് കണ്ടായിരുന്ന? അയ്യോ, ആ ചെരുപ്പിലൊന്ന് ക്ലോസ് വെച്ച്. ക്ലോസ് കാരണം അവളിപ്പം പണി കഴിഞ്ഞ് വരികയാണ്. കാരണം സിമെന്റ് ഒഴിക്കുന്നതായിരുന്നു അവിടെ വെളിയിൽ നിന്ന്. ചെറിയ വിള്ളലൊക്കെ ഉണ്ട്. ബൂട്ട്സ് അല്ലേ ഇത്? അതെ, തിരിഞ്ഞ സൈഡ് നോക്കട്ടെ. ആ അതെ, അങ്ങനെ കാണണം. കൊള്ളാം. ക്ഷീണമൊന്നുമില്ലല്ലോ? എത്ര നേരം കഴിച്ചു? ഏത് പാട്ടാ മോളെ? കൂടാരക്കൂട്ടിൽ തെങ്ങും കുയില്. ദുഃഖമാണോ? സാഡ് സോങ് റൗണ്ടില്. റൗണ്ട് എന്തോ ആയിക്കോട്ടെ, ദുഃഖിപ്പിക്കുമോ? ശ്രമിക്കാം. ഹലോ ഹലോ, പൊളിക്കൂ. താങ്ക് യു മാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
സൂപ്പർ മായാ മാളവ ഗൗള. കുട്ടിന്ന് മായാ മാളവ ഗൗളയായിട്ട് മാറി നിൽക്കുകയാണ്. മനസ്സിലായോ മീനുട്ടിക്ക്? മനസ്സിലായി. എന്താണ് മായാ മാളവ ഗൗളയായിട്ട് മാറി നിൽക്കുക. അതെന്താണത്? അത് രാഗം. ഓ രാഗം. ഞാൻ വിചാരിച്ചു ഗൗളി വല്ലോ ആണെന്ന് പറയുന്നു. അതൊരു സൈസ് ഗൗളിയാണ് കേട്ടോ എന്ന് പറയുന്നു ഞാൻ വിചാരിച്ചു. പാലയിലൊക്കെ കാണുന്ന ഒരു തരം ഗൗളിയാണ്. ഗൗളി അല്ല, അതല്ല. ഗൗളി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അത്? എനിക്കറിഞ്ഞൂടാ. ആ ഗൗളി, ഗൗളി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പല്ലിയാ? പല്ലിയാ? ആ പല്ലി ഇങ്ങനെ ചിലക്കുന്ന കണ്ടിട്ടില്ലേ? അല്ല, അത് പൂച്ചയാണ്. പിന്നെ പൂച്ച ഇങ്ങനെയാ? അല്ല, പൂച്ചയെ നമ്മൾ വിളിക്കുന്നത് അത് ഇങ്ങനെ കിക്കി കിക്കി എന്ന് ചിലക്കും. അതായത് മീനൂട്ടി പറയും, ഓ എന്തായാലും ഇനി ഒരു 3-4 വർഷം കൂടെ കാത്താ മതി എന്ന് പറയുമ്പോ ചിച്ചി ചിച്ചി എന്ന് പല്ല് ചലിക്കും. ഓ സത്യം എന്ന് പറയും. എന്തിനു 3-4 വർഷം കൂടെ കാത്താ മതി? ഞാൻ കമന്റ് പറയുന്നതിനിടെ കയറി ഒന്നും പറയരുത് പ്ലീസ്. മോളെ അസലായിട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ട് പാടി, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് മോള്. ഈ പാട്ട് ഔസേപ്പച്ചൻ ചേട്ടൻ, ബിച്ചു തിരുമല ഇവരുടെ രണ്ടുപേരുടെയും ക്രിയേഷനാണ് ഈ സോങ്. മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ രാഗം എൻ്റെ ഭാവങ്ങളെല്ലാം ഒരുവിധം മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഒന്നുകൂടെ ഒരുപാട് ഒതുക്കാതെ ഒന്നുകൂടെ ഒന്ന് തള്ളി പാടാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഗതികളൊക്കെ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി. ഇപ്പം ഇതെന്തായാലും ടെലികാസ്റ്റിൽ നിങ്ങളൊക്കെ കേൾക്കുന്ന വളരെ ക്ലാരിറ്റി ആയിട്ട് ആയിരിക്കാം. മോളൊരു വോയിസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പാടുമ്പോഴാണ് മോക്ക് ഈ സംഗതികളൊക്കെ കിട്ടുന്നത്. പിന്നെ മേളിൽ പോകുമ്പം ഓപ്പൺ ആവുന്നുണ്ട്. ചില ഫാസ്റ്റ് നമ്പേഴ്സ് ഇവിടെ വന്ന് തകർത്ത് പോയിട്ടുണ്ട്, അട്ടിച്ച് പൊളിച്ച്. കാരണം ഓപ്പൺ വോയിസിൽ. അപ്പോൾ ഈ ഇങ്ങനത്തെ പാട്ട് പാടാൻ വേണ്ടി ഇങ്ങനെ, അങ്ങനത്തെ പാട്ട് പാടാൻ വേണ്ടി അങ്ങനെ എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റം, ഒരു ബിൽറ്റ് ഇൻ സിസ്റ്റം തൊണ്ടയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടത്തെ സൈഡിൽ നിന്ന് ഈ സാഡ് സോങ്ങാ ടക്ക് ഓൺ ചെയ്ത് ഇതങ്ങ് വിടും. ഇത് ഫാസ്റ്റാ, അത് ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് ഓൺ ചെയ്തിട്ട് ഇതങ്ങ് വിടും. യു ആർ എ ഫെന്റാസ്റ്റിക് സിംഗർ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ബി കെയർഫുൾ. കാരണം ഈ വോയിസ് നമ്മൾ രണ്ടിൻ്റെ ഒരു മീഡിയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഈ സംഗതികളൊക്കെ പാടുമ്പോൾ ഈ മായാമാളവ് ഗൗളയിൽ ഞാനൊരു നല്ലൊരു പാട്ട് ഞാൻ ചെയ്തിരുന്നു. അതും എനിക്ക് പെട്ടെന്ന് മോള് പാടിയപ്പോൾ ആ പാട്ട് ഓർമ്മ വന്നു. ഓക്കെ മോളെ, അവരുടെ കുട്ടി കൊണ്ടുവന്ന പാട്ട് ആക്ച്വലി നോക്കുകയാണെങ്കിൽ അത് നിസ്സാര പാട്ടല്ല. നല്ല എന്താ പറയുക, ഇൻഡെപ്തായിട്ട് അതിൽ കുറേ ഒളിച്ചിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. അതെല്ലാം മോൾ നന്നായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും അങ്കിളിന് യാതൊരു പ്രശ്നമില്ല. മോൾ ഇന്ന് പാടിയത് ആക്ച്വലി ഒരു ഔട്ട്സൈഡർ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ മോൾ ഗംഭീരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അതിന് അങ്കിൾ ആദ്യം വലിയൊരു കയ്യടി മോൾക്ക് തരാം. കാര്യമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള മേജർ മിസ്റ്റേക്സ് ഒന്നും മോളുടെ പാട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ മോൾ ഈ പറയുന്ന സ്വിച്ചിങ് സംഭവമുണ്ട്. അതായത് ചില പാട്ടിന് ഓൺലി കാറ്റ്, ചില പാട്ടിന് ഓൺലി ഫുൾ ത്രോട്ട്. അപ്പം അതങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു സിംഗർ സിഗ്നേച്ചർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എവിടെ ഈ ശബ്ദം കേട്ടാലും ഈ സിംഗറാണ് തിരിച്ചറിയുന്നത്. അത് മോളുടെ കാര്യത്തിൽ മിസ്സിങ് ആവും. നാളെ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ് മോള് വളർന്ന് വലിയൊരു റിനൗണ്ട് ആയിട്ടുള്ളൊരു സിംഗർ ആവാനുള്ളൊരു യാത്രയിൽ സ്റ്റുഡിയോസിൽ കയറി പാടുമ്പോൾ മോളുടെ പാട്ട് പലതിലും പലതുപോലെ ഇരിക്കും. ചിലതിൽ മോള് വെറും എയറി ആയിട്ടായിരിക്കും പാടുന്നത്. അപ്പം മോളുടെ ത്രോട്ടിൻ്റെ ശബ്ദമല്ല കേൾക്കുന്നത്, ജസ്റ്റ് എയറിൻ്റെ കൂടെ കുറച്ച് ശബ്ദം വരുമ്പോൾ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിംഗറിൻ്റെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയുന്നൊരു സംഭവമുണ്ട്, അത് മിസ്സിങ് ആവും. അതാണ് ഈ പറയുന്നത്, ഒരു ശബ്ദത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതെപ്പോഴും സേഫ് സ്വന്തം ശബ്ദത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, ഫോൾസ് വോയിസിലല്ലാതെ. ഫോൾസിൽ ഇത്രയും കൺട്രോളായിട്ട് മോൾ പാടുന്നുണ്ട്, അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോൾ ഒന്ന് ശ്രമിക്കുക, ഇങ്ങനത്തെ പാട്ട് സോഫ്റ്റ് ആണെങ്കിൽ തന്നെ കള്ളത്തൊണ്ടല്ലാതെ ശരിക്കുള്ള ശബ്ദത്തിൽ പാടും. ഇതെല്ലാം പറയുമ്പോഴും അങ്കിൾ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് അങ്കിൾ മാറില്ല. പാടിയത് ഗംഭീരമാണ് കേട്ടോ, ഉഗ്രനായിട്ട് പാടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ജ്ഞാനമുള്ളൊരു കുട്ടിക്ക് ഈ പാട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു രാഗം ബേസ്ഡ് പാട്ട്, രാഗത്തിന് വേണ്ടുന്ന എല്ലാ ടച്ചസും എക്സ്പ്രഷൻസും മോളാൽ പറ്റാവുന്ന പരമാവധി വെച്ചിട്ട് മോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് കുറച്ച് സ്ഥലങ്ങൾ ഇനിയും ബെറ്റർ ആവാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വളരെ നല്ലൊരു പാട്ട് മോള് അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് പല്ലവി വളരെ ഇഷ്ടപ്പെട്ടു, ചരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് മായാമാള ഗൗളയാണ്, അറിയാലോ. ഇത് ആര് പാട്ട് പഠിക്കുമ്പോഴും കർണാടക സംഗീതം പഠിക്കുമ്പോഴും ആദ്യം പഠിപ്പിക്കുന്ന രാഗം ഇതായിരിക്കും മിക്കവരും. ഇതിൽ രാജസാറ് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിച്ചൈ പാത്തിരം ഏന്തി വന്നേൻ, അതുണ്ട്. അതുകൂടാതെ മലയാള സിനിമയിൽ അത് തന്നെ പാടിപ്പിച്ചിട്ടുണ്ട്, വരവേൽക്കുമോ ഒരു രാജകുമാരി. അപ്പോൾ എന്തായാലും മോള് ഈ ശബ്ദത്തിൻ്റെ കാര്യം, ഇവർ പറഞ്ഞ ശബ്ദത്തിൻ്റെ അത് ശ്രദ്ധിക്കുക. പാട്ടൊന്നുകൂടി കേട്ടിട്ട് ഒരു സ്വിങ്ങിൽ എക്സ്പ്രഷൻ കൊടുത്ത് പാടുക.
ഓക്കെ, ഓ സർ. ஆல் தி பெஸ்ட். താങ്ക് യു സർ. அமிர்தவர்ஷினி എന്താ മാം? என்ன வெயிட்டான ஒரு பேரு, வெயிட்டான பேரு, வெயிட்டான பாட்டு, வெயிட்டான பெர்ஃபார்மன்ஸ், ഭയങ്കരമാ ഇருக்கு. താങ്ക് യു മാം. ആൻഡ് എന്തൊരു ബ്യൂട്ടിഫുൾ രാഗത്തിന്റെ പേരല്ലേ. ലൈക്ക് സോ ഈ രാഗത്തിന്റെ ബ്യൂട്ടി പോലെ തന്നെ അമൃതവർഷിനി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പാടിയിരിക്കണം. താങ്ക് യു മാം. എത്ര വയസ്സായി അമൃതവർഷിനിക്ക്? എനിക്കിപ്പോൾ 11 കഴിഞ്ഞു. ഇതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ 11 വയസ്സിലും 10 വയസ്സിലും ഞാനൊക്കെ 10 വയസ്സായിരുന്നപ്പം ഇങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ലൈക്ക് ദിസ് ഇസ് സച്ച് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. ലൈക്ക് അമൃതക്കുട്ടിക്ക് അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എവിടെയോ ഉള്ളിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ രാഗത്തിൻ്റെയും ആ രാഗത്തിൻ്റെ ഭാവത്തിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി ട്രിക്കി. ഒത്തിരി പേർക്ക് ഒത്തിരി കൊല്ലങ്ങൾ എടുക്കും ആ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ. പക്ഷെ അത് ഭയങ്കര ഒരു ഈസി ആയിട്ട് അമൃതവർഷിനി കുട്ടി അത് ഉൾക്കൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് പാടിയിരിക്കുന്നത്. താങ്ക് യു മാം. ആൻഡ് ഇതൊരു വൻ കോമ്പോസിഷനാണ്. ഒരു എന്താന്ന് വെച്ചാൽ ഇതൊരു ഈസി സോങ് അല്ല. എവിടെയൊക്കെ ഈ രാഗത്തിൻ്റെയും ഈ പാട്ടിൻ്റെ ഭാവം ഷൈൻ ചെയ്യണം അവിടെയൊക്കെ അമൃതക്കുട്ടി അത് ഷൈൻ ചെയ്യിപ്പിച്ചു. യു പുട്ട് ദ സ്പോട്ട് ലൈറ്റ് ഓൺ ദ. ആൻഡ് ദാറ്റ്സ് വെരി വെരി അതൊരു മ്യൂസിഷ്യൻഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ആൻഡ് അത് ഇത്ര യങ് ഏജിൽ അത് അമൃതക്കുട്ടിക്ക് ഉണ്ട്. അത് യു ഹാവ് ടു കീപ് ഷാർപ്പനിങ് ഇറ്റ്. ആൻഡ് ഇങ്ങനത്തെ അമേസിങ് മെൻറ്റോർസിൻ്റെ അടിപൊളി ഇൻപുട്സ് ഒക്കെ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ആൻഡ് താങ്ക്സ് ടു ദ ബാൻഡ്. ഇത്ര നല്ലൊരു കോമ്പോസിഷൻ എൻജോയ് ചെയ്യാൻ എവറി ടൈം ലൈക്ക് എന്തൊക്കെ ഡിഫറെൻറ്റ് ജോൺറസ് ആയാലും ബാൻഡ് എപ്പോഴും അടിപൊളിയായിട്ടാണ് എല്ലാ പ്രാവശ്യവും വായിക്കുന്നത്. അതിന് എനിക്ക് 2-3 പാട്ട് ആക്ച്വലി ഇപ്പോൾ പാടിയപ്പം ഒരു മാഷപ്പ് ചെയ്താലോ എന്ന് തോന്നി. सुनता है मेरा खुदा तुझे जान से चाहूं तुझको यारा दिलरुबा. അല്ലേ ഇതിൻ്റെ ഒരു മാഷപ്പ് ഇഫ് ഐ ഹാഡ് ടു ഇമാജിൻ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി തോട്ട് ഓഫ് ദിസ് 100%. സോ ആസ് യു വർ സിംഗിങ് ദിസ് ഐ വാസ് ലൈക്ക് ഇതിങ്ങനെ ഈ രാഗത്തിലും ഇതിൻ്റെ അസോസിയേറ്റഡ് ഫ്രിഞ്ച് രാഗം എന്ന് വേണമെങ്കിൽ പറയുന്നത് ഒരു ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാൽ യു വിൽ ജസ്റ്റ് ട്രാൻസ്പോർട്ട് പീപ്പിൾ ഇൻ ടു അനദർ വേൾഡ്. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട് ഫോർ ദീസ് നോട്ട്സ് ആൻഡ് ഫോർ ദീസ് സ്കെയിൽസ്. സോ കീപ് ഇറ്റ് അപ്പ്. അമൃതക്കുട്ടിയുടെ അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഞാൻ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. അമൃതക്കുട്ടി തമിഴ് പാടുമ്പം വേറൊരു ഫീലാണ് ഓക്കെ. തമിഴ് പാടുമ്പം മോളുടെ ബേസ് റേഞ്ച് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കേൾക്കും. ഓ വാവ്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ശക്തിശ്രീ സംസാരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മളുടെ ഭാഷയ്ക്ക് അതിൻ്റെതായ ഒരു ഒതുക്കമുണ്ട്. അടിപൊളി പാട്ട് നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ ബേസ് റേഞ്ചിൽ പാടുന്നത് കുറവല്ലേ. ഇപ്പൊ ശക്തിശ്രീ തന്നെ സംസാരിക്കുമ്പോൾ തമിഴ് സംസാരിക്കുമ്പോൾ ഒരു ടോണും മലയാളം സംസാരിക്കുമ്പോൾ വേറെ ടോണും അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ലാംഗ്വേജിന് വരെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഫുൾ ത്രോട്ടായിട്ട് ഇപ്പൊ ഒരേ കാര്യം എന്താടാ എന്ന് മലയാളത്തിൽ എന്നടാ അല്ലേ, ആ രണ്ട് ആറ്റിറ്റ്യൂഡ് ഒരേ സംഭവം ചോദിക്കുന്നത്. അത് മലയാളത്തിലാണെങ്കിൽ എന്താടാ എന്ന് ചോദിക്കില്ലല്ലോ. പക്ഷെ തമിഴിൽ അങ്ങനെ ചോദിക്കുമ്പോഴേ അതിന്റെ സുഖമുള്ളൂ. ശക്തിശ്രീ സംസാരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സംസാരത്തിലുണ്ടല്ലോ ഈ ഫുൾ ത്രോട്ടും ഹാഫ് ത്രോട്ടൊക്കെ. That's actually such a cool observation. ലാംഗ്വേജിലുള്ള ഒരു മ്യൂസിക്കാലിറ്റി അല്ലേ വെറുതെ സംസാരിക്കുമ്പോൾ. ഇനി മോടെ മാർക്ക് 9.25 out of 10. താങ്ക് യു സർ. അമൃതവർഷിനി എന്താ സർ? 9.25. താങ്ക് യു സർ. അമൃതക്കുട്ടി എന്താ സർ? 9.25. താങ്ക് യു സർ. അമൃതക്കുട്ടി എന്താ സർ? 27.75 out of 30. താങ്ക് യു സർ. മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് A Extreme. താങ്ക് യു സർ. ആടിയൊരു ചവിട്ടിക്കുഴ സിമന്റ് കുഴപ്പറ്റി. Congratulations, you are awarded A Extreme. താങ്ക് യു സർ. അമ്മ നമ്മുടെ പ്രേക്ഷകരൊക്കെ പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി വോട്ടിംഗുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ അമ്മ റൂട്ട്സ് ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.
ഡേയ്സ് ഒക്കെ ഇതാ എത്തിക്കഴിഞ്ഞു. പരീക്ഷ അടുക്കും തോറും കൂട്ടുകാർക്ക് നല്ല ടെൻഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഏത് ചാപ്റ്ററിനാണ് വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവുക, ഏത് ചാപ്റ്ററാണ് കൂടുതൽ പഠിക്കേണ്ടത്, ഈ ചിന്തകളൊക്കെ അല്ലേ കൂട്ടുകാരെ ടെൻഷനിലാക്കുന്നത്. എന്നാൽ വളരെ കൃത്യമായി എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ബോർഡ് എക്സാമിന് ഒരുങ്ങുന്ന കൂട്ടുകാർക്കായി ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ പോയിന്റ്സ് ഉൾപ്പെടുത്തി ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ 90+ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരീക്ഷാ പേടി ഒന്നും കൂടാതെ ബോർഡ് എക്സാമിന് മാർക്കുകൾ സ്വന്തമാക്കൂ. ചെമ്പക ചന്തം പകരാൻ നമ്മുടെ പാലക്കാട് നിന്നും വന്ദിത കുട്ടിയെത്തുന്നു. വെൽക്കം വന്ദിത. വന്ദിത, ഓ ഏത് പാട്ടാ മോളെ? മഞ്ഞിൻ വിലോലമാം. ഏത് സിനിമ? ഉത്തരം. ആരാണ് സംഗീതം? വിദ്യാധരൻ മാസ്റ്റർ. വിദ്യാധരൻ മാസ്റ്ററിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആശംസ ഞങ്ങൾ എല്ലാവരും അയച്ചു കൊടുത്തല്ലേ മധു? ഞാനും അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വന്ദിത, ഓ നല്ല സെലക്ഷൻ കേട്ടോ. താങ്ക് യു സർ. നല്ലൊരു പാട്ട്. സാഡ് റൗണ്ട് ആണ് അല്ലേ? ആ. നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോടെ അനുപല്ലവിയാണ്. ദിനാന്ത പുഷ്പങ്ങൾ തൻ. അത് മാത്രമേ ചെറിയ ഇത് തോന്നി. അതൊന്ന് പാടാവുന്നു. ഞെട്ടറ്റു വീഴും ദിനാന്ത പുഷ്പങ്ങൾ തൻ. പുഷ്പങ്ങൾ തൻ. പുഷ്പങ്ങൾ തൻ. അതെ, അങ്ങനെ തന്നെ വരണം. ഒന്നുകൂടെ പാടിയും. ഞെട്ടറ്റു വീഴും ആ. ദിനാന്ത പുഷ്പങ്ങൾ. അവിടെ ഒരു പിടുത്തമുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ അനുപല്ലവി നന്നായിട്ട് പാടി. പക്ഷെ ചരണം വന്നപ്പോഴത്തേക്ക് കുറെ ഇത്തിരിപ്പൂവും അതൊന്ന് പാടാം. ഇത്തിരിപ്പൂവും ഇത്തിരിപ്പൂവും കുരുന്നു കരങ്ങൾ. അവിടെ ഒരു ക്ലാരിറ്റി വന്നിട്ട് മോളെ. കുരുന്നു കരങ്ങളിൽ. മോള് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി. ഇത്തിരിപ്പൂവും കുരുന്നു കരങ്ങളിൽ. നല്ല കൃത്യമായിട്ട് പാടും. ഇത്തിരിപ്പൂവും പൂ. അവിടെ ഒരുപാട് നോട്ടുണ്ട്. അത്രയുണ്ട്. പൂവും കുരുന്നു കരങ്ങളിൽ. കുരുന്നു കരങ്ങളിൽ. തൃത്താലമേന്തി പഠിക്കൽ നിൽക്കേ. അവിടെയൊക്കെ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി വരണം. പിന്നെ ബന്ധങ്ങളെക്കുറിച്ച് അവിടെയൊക്കെ കുറച്ച് സ്ലിപ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് തോന്നിയത് മോള് മഞ്ഞിനല്ലേ തുടങ്ങുന്നത്, മഞ്ഞിൻ. പക്ഷേ പാടിയതെല്ലാം മഞ്ഞ എന്ന് മാത്രമേ വന്നുള്ളൂ. അപ്പൊ ഞാൻ വിളിച്ച് എന്ത് പറ്റിയെന്ന്. പക്ഷേ തുണ്ടുപല്ലി വന്നപ്പോൾ മഞ്ഞിന്ന് പാടി. ആദ്യത്തെ പല്ലവി ഒന്ന് പാടിക്ക്. അങ്ങനാണോ ശരിക്കും പാടിക്കുന്നത്? അല്ലല്ലോ. മഞ്ഞിൻ വിലോലമാം. മഞ്ഞിൻ വിലോലമാം. മഞ്ഞിൻ വിലോലമാം. അതും അതിനകത്ത് അത്രയും സംഗതിയുണ്ട്. പക്ഷെ മോള് മഞ്ഞ വിലോലമാം എന്നാണ് പാടിയിരിക്കുന്നത്. ടോട്ടലി ഭംഗിയായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്തായാലും നേരത്തെ കൊണ്ടുവന്ന പാട്ടുകളെക്കാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ എടുക്കാൻ തുടങ്ങി. അപ്പം ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത്. എല്ലാം നല്ലതിനാണ് എന്ന് പിന്നെ അറിയത്തുള്ളൂ. ഇപ്പം അറിയില്ല. ഇപ്പം എന്തുകൊണ്ട് അങ്കിൾ അങ്ങനെ പറയുന്നു എന്നൊക്കെ വിചാരിക്കും. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പഴയ ജോണറൊക്കെ വിട്ടിട്ട് എന്താണ് കയറ്റമൊക്കെ കയറിയിട്ട് ഇപ്പം ഈസി ആയിട്ട് ഈസിനെസ് വന്നു. അങ്ങനെ വരുമ്പം ശ്രുതി സംഗതി എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വന്ദിത കുട്ടി, ഓ മോളുടെ പാട്ട് ഡെഫിനറ്റ്ലി ആദ്യം വരുന്നതിനേക്കാളും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു സംശയമില്ലാതെ അങ്കിളിന് തോന്നിയിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് ഇസ് എ ഗുഡ് സൈൻ. പക്ഷേ ഈ ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച് മോള് എടുക്കുന്ന പാട്ടുകളില്ലേ, പുതിയ പാട്ടുകൾ, അത് മോളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും തെളിഞ്ഞ് കേൾക്കത്തക്ക രീതിയിലുള്ള പാട്ടുകളായിരിക്കണം. ഇത് മോള് എന്താ പറ്റുന്ന വെച്ചാൽ ഈ പാട്ടിൻ്റെ സെലക്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതായത് പാട്ടുഗ്രം പാട്ടാ, ഒരു സംശയമില്ല. വിദ്യാധരൻ മാസ്റ്ററിൻ്റെ പാട്ടെന്ന് പറയുമ്പം എപ്പോഴും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം ആ പാട്ടിൻ്റെ അകത്തുണ്ട്. ഈ പാട്ടിൻ്റെ അകത്തുണ്ട്. പക്ഷെ മോൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. അതാണ് ഈ പഠിപ്പിച്ചു തരുന്ന സമയത്ത് ചെറിയ ചെറിയ കുണുക്കുകൾ, ഈ ചെറിയ സംഭവങ്ങൾ സ്ലിപ്പായി പോകുമ്പോഴാണ് ഒറിജിനൽ പോലെ ആവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള പാട്ടുകൾ കഴിയുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുക. എന്നിട്ട് മോൾ കുറച്ചും കൂടി മോൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവരരുത്. മോൾക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹാൻഡിൽ ചെയ്തതിനേക്കാളും ഒരു പൊട്ടിക്ക് കയറുക, അല്ലെങ്കിൽ ഏതാണ്ട് അതുപോലത്തെ കോംപ്ലക്സിറ്റി മാത്രം. കോംപ്ലക്സ് ഒന്നും ഞാൻ ജോണറല്ല പറയുന്നത്, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ. പല ജോണേഴ്സ് ഉണ്ട്. ജോണർ മാറ്റി പിടിച്ചോ, പക്ഷേ ഡിഫിക്കൽട്ടി ലെവൽ അധികം ഹൈ പോകുന്ന രീതിയിൽ ഇപ്പം എടുക്കല്ലേ. കുറച്ചും കൂടിയും കഴിയുമ്പോൾ നോക്കാം. എനിക്കത് മാത്രമേ, ഈ പാട്ടിൻ്റെ സെലക്ഷനിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു സംശയം തോന്നിയിട്ടുള്ളൂ. കാരണം മോള് പാടുമ്പം മോളെ കൊണ്ടിത് താങ്ങുമോ എന്നുള്ളൊരു പേടി വരുന്നുണ്ട്. പക്ഷേ വലിയ പരുക്കുകളൊന്നും ഇല്ലാണ്ട് സംഗതികൾ കുറച്ചൊക്കെ മോള് സിമ്പിളാക്കി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ തോന്നിയുള്ളൂ. എനിവേസ് നോ പ്രോബ്ലം. സിമ്പിളാക്കിയല്ല, സംഗതികൾ മോള് പാടുമ്പം ചില കാര്യങ്ങൾ തെളിഞ്ഞ് കേട്ടില്ല, അതാണ് ആകെയുള്ളത്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ മോൾക്ക് ഗ്രാജുവലായിട്ട് വരാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി, വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, കഴിഞ്ഞ പാട്ടുകളിലൊക്കെ വെച്ച് നോക്കും ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ വന്ദിത കുട്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. താങ്ക് യു സർ. വന്ദിതക്കുട്ടി, എനിക്ക് വന്ദിതക്കുട്ടി ഇതുവരെ പാടിയതിൽ നിന്നും കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ഫീൽ ചെയ്തു. ഇതിന് മുമ്പും നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സോങ്.
മോള് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇതുവരെ പാടിയിൽ നിന്നും കുറച്ചും കൂടി അതെ ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ പാട്ട് വിദ്യാധര മാഷിൻ്റെ പാട്ടാണ്, സെലക്ഷൻ നല്ല സെലക്ഷനാണ്. പക്ഷെ വിദ്യാധര മാഷിൻ്റെ പാട്ട് കേൾക്കാൻ നല്ല സുഖമായിരിക്കും, പാടുമ്പോൾ പാടുപെടും. അതാണൊരു വ്യത്യാസം. പ്രത്യേകിച്ച് മാഷ് ഭാവത്തിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യനാണ്. മാഷിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? മാഷ് പാടുമ്പോൾ ഒരു പ്രത്യേക രീതി, പ്രത്യേക ഭാവമാണ് മാഷ് പാടുമ്പോൾ. ഈ പാട്ടിങ്ങനെ മോള് പാടിയപ്പോഴും മാഷിൻ്റെ ശബ്ദം എനിക്ക് കാതിൽ മുഴങ്ങി കേൾക്കണം ഓരോരോ ഭാഗങ്ങൾ പാടുമ്പോൾ. പല്ലവിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പല്ലവി പാടിയത് നന്നായിരുന്നു പല ഭാഗങ്ങളും. അതിലെനിക്ക് പല്ലവിയിൽ തോന്നിയത് മയങ്ങി നിൽക്കുക എന്ന് വരുന്നില്ലേ, അതിൽ ഒരു സംഗതി പാടിയിട്ടാണല്ലോ പിന്നെ പല്ലവിയിലേക്ക് പാടുന്നത്. അത് ആ ഭാഗം ഒന്ന് ജസ്റ്റ് പാടാമോ? ഓർമ്മയിലോടിയെത്തും ഏതോ സുസ്മിതം പോലെ. അവിടെയൊക്കെ ഇപ്പം മോള് ഇങ്ങനെ ചുമ്മാ പാടി പോകുന്നുണ്ട്, പ്ലെയിനായിട്ട് പാടി പോവാണ്. അതിനകത്തേക്ക് ഇമോഷൻ നിറയ്ക്കണം, ഇമോഷൻസ്, ഭാവം നിറയ്ക്കണം. ഓർമ്മയിലോടിയെത്തും ഏതോ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇല്ലേ, അതൊന്ന് കൊണ്ടുവരണം. അപ്പോൾ കുറച്ചും കൂടി നന്നാവും. ഒന്ന് പാടി കേൾക്കട്ടെ. ഓർമ്മയിലോടിയെത്തും ഏതോ സുസ്മിതം പോലെ, ഏതോ സുസ്മിതം പോലെ, ഏതോ സുസ്മിതം പോലെ. ഓ മനത്തിങ്കൾ കലമയങ്ങി നിൽക്കേ, മയങ്ങി നിൽക്കേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലവി പാടുമ്പോൾ മയങ്ങി നിൽക്കേ. നേരത്തെ പല്ലവി പാടിയപ്പോൾ പെട്ടെന്ന് ശ്വാസം എടുത്ത് അത് കട്ടായി. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് പല്ലവി പാടണം. എന്നാലും അതിന് ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭംഗി നഷ്ടപ്പെടും. അതുപോലെ തന്നെ ചരണത്തിൻ്റെ ഇത്തിരി പൂവും കുരുന്നുകരങ്ങളിൽ പഠിക്കൽ നിൽക്കേ, പഠിക്കൽ പഠിക്കൽ നിൽക്കേ, പഠിക്കൽ നിൽക്കേ. അതൊക്കെ ശരിയാക്കാനുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളെക്കുറിച്ച് നെക്സ്റ്റ് ലൈൻ, ജന്മാന്തര സ്നേഹബന്ധങ്ങൾ, ജന്മാന്തര സ്നേഹബന്ധങ്ങളെ കുറിച്ചെന്തിനോ, ബന്ധങ്ങളെ കുറിത്തറ, കുറിച്ചെന്തിനോ. അതിന് ക്ലാരിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു ടേക്കിൻ്റെ സമയത്ത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. വേറെ ബാക്കിയൊക്കെ കുറച്ചും കൂടി നന്നായി, കുറച്ചും കൂടി ഭാവം വേണം. ഇതൊരു സാഡ് സോങ്ങിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതല്ലേ മോള് പാടിയതിപ്പോൾ. ആ റൗണ്ടല്ലേ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സാഡ്നെസ് കൊണ്ടുവരണം കുറച്ചും കൂടി പാട്ടിൽ, കേട്ടോ. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ ഇതൊക്കെയാണ്, ഹൃദയത്തിൻ മധുപാത്രം, ആ പാട്ട് കേട്ടിട്ടില്ലേ? അതും പിന്നെ എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു, ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. ഓക്കെ, അപ്പം എന്തായാലും മോള് നന്നായിട്ട് പാടൂ. ഇനിയും ഇതുപോലെ നല്ല സെലക്ഷനായിട്ട് വരൂ. പക്ഷേ കറക്റ്റ് റേഞ്ചിലായിരിക്കണം, മോൾക്ക് പറ്റിയ പാട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വന്ദിതക്കുട്ടി, ഓ വന്ദിതക്കുട്ടിയുടെ വോയിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ഇപ്പം എത്രാം ക്ലാസ്സിലാ വന്ദിതക്കുട്ടി? 6th. ഇതൊരു 10ാം ക്ലാസ്സിൻ്റെ ഒരു സംഭവം എടുത്ത് 6ാം ക്ലാസ് എക്സാമിന് എഴുതിയ പോലെ ഉണ്ടായിരുന്നു. വന്ദിതക്കുട്ടിക്ക് ഈ സോങ്, ഇതിൻ്റെ മ്യൂസിക്കാലിറ്റി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മ്യൂസിഷ്യൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് പാടുമ്പം അതെന്തായാലും വരുന്നുണ്ട് പുറത്ത്. താങ്ക് യു മാം. സോ ഈ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൻ്റെ പാഠങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു സംഭവമാണ്. ബട്ട് ഈ സംഭവങ്ങളൊക്കെ, ഇങ്ങനത്തെ ഈ പൊടി സംഗതികളൊക്കെ, ഇങ്ങനത്തെ കോമ്പോസിഷൻസിൻ്റെ ഒരു കോറിലുള്ള ഒരു സംഭവമാണ് ഈ പൊടി സംഗതികളൊക്കെ. ആൻഡ് അത് വന്ദിതക്കുട്ടിയെ കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ മെൻറ്റോസും ഗുരുസും എല്ലാം പറഞ്ഞു തരുന്ന പോലെ ആ സ്മോൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ബേസിക്കലി 10ാം ക്ലാസ് എക്സാം ഇപ്പം തന്നെ എഴുതാൻ പറ്റും, കഴിവുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് വർക്ക് ചെയ്ത് ഇച്ചിരി കൂടെ അതിനുള്ള പ്രിപ്പറേഷൻ ഇച്ചിരി കൂടെ ചെയ്യണം. ബട്ട് ബ്യൂട്ടിഫുൾ വോയിസ്, ലവ്ലി സിംഗിങ്, പ്ലീസ് കീപ്പ് ഇറ്റ് അപ്പ്. ആൻഡ് ഇനിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസസ് തരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വന്ദിതക്കുട്ടി, നമ്മുടെ മാർക്ക് 8.25 out of 10. താങ്ക് യു സർ. വന്ദിതക്കുട്ടി 8.5. താങ്ക് യു സർ. വന്ദിതക്കുട്ടിക്ക് ഞാനും തരുന്നു 8.5 out of 10. താങ്ക് യു സർ. So total 25.25 out of 30. താങ്ക് യു സർ. 25.25 എന്ന് പറയുമ്പോൾ മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് A-triple-wow. താങ്ക് യു സർ. ആടിയൊരു വിദ്യാധരൻ മാസ്റ്റർ പൂക്കുറ്റി.
Congratulations, you are awarded a triple wow. 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 അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഒരു മഞ്ഞ കിളി തൂവൽ പോലെ ഓർമ്മയിലോടിയെത്തും ഏതോ സുസ്മിതം മലയാള മനസ്സിൽ പാട്ടിന്റെ അനുപമ സംഗീതം പകർന്ന മിടുക്കൻ പാട്ടുകാരൻ നമ്മുടെ സ്വന്തം അക്ഷീത്. വെൽക്കം അക്ഷീത്. സുന്ദരാ സുന്ദരോ സുന്ദരാ സുന്ദരാ സുന്ദരോയ് സുന്ദരനെ കണ്ടായിരുന്നു. ഓ സുന്ദരാ സുന്ദരനെ കണ്ടോ ചേച്ചി? സുന്ദരനെ കണ്ടായിരുന്നു. സുന്ദരാ സുന്ദരോ സുന്ദരനെ കണ്ടോ? സുന്ദരനെ കണ്ടോ? സുന്ദരനെ കണ്ടോ? എടാ എലി നിക്ക എലി എടാ നീ എന്റെ പാസ്പോർട്ടും കണ്ടു നിന്നിട്ടും പിടിക്കാം. ചേട്ടാ എന്റെ പാസ്പോർട്ട് തിന്ന എലിനെ കണ്ട മാറി ചേട്ടാ എലി. അയ്യോ സുന്ദരാ സുന്ദരാ ആ ഉണ്ണിയാ എന്നാ ഉണ്ണി? നീ ഈ വണ്ടിയുടെ ലിവർ എടുത്തോണ്ട് എവിടെ പോയേക്കായിരുന്നു? എന്റെ ജീവിതം നശിപ്പിച്ച എലി ആ പോണ എലി വണ്ടിയെ അവിടെ ബ്ലോക്കായി കിടക്കുക. എവിടെ? ടോപ്പ് സിംഗറിൽ. ടോപ്പ് സിംഗറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ കാണാം. ബാ നമുക്ക് അവനെ അവിടെ പോയി തല്ലാം. ദൈവമേ, എം ജി അങ്കിൾ ഇതെല്ലാം കാണുന്നുണ്ടോ? എന്നെ കാണാവോ? ആ കാണാം. ഏത് കളറാ ഷർട്ട്? വെള്ള. അല്ല മഞ്ഞയാ. ദീപങ്ങളോ? റെഡ്. ആ മധുങ്ങൾ? അത് റെഡ് ആണോ? റെഡ് റെഡ് അല്ല അത്. അല്ല, പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോ റെഡ്. റെഡ് ബ്രൗൺ. എന്റെയോ? ജെയ്ഡ്. ജെയ്ഡ്. ആ കറക്റ്റ്. ഓ കറക്റ്റാ. ചേച്ചിയുടെയും ആ ഒരു കളർ തന്നെ ഇത് ഞാൻ ഇട്ടിരിക്കുന്നത്. മഞ്ഞ. ഓക്കെ ഓക്കെ, അപ്പൊ കളർ ടെസ്റ്റ് പാസ്സായി. കുട്ടിക്ക് കുഴപ്പമില്ല. എന്താണ് ഈ ഗെറ്റപ്പ്? പറക്കുന്തളിക പാട്ട്. അത് ശരി. അവൻ ദിലീപായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? യെസ് അതെ. ആ, അതുകൊണ്ടാണ് ഈ കൂളിംഗ് ഗ്ലാസും മുണ്ടും ബാക്കിയെല്ലാം സെറ്റപ്പ് അതാണ്. ആ അപ്പൊ അടിപൊളി പാട്ടാണ്. അതെ. ഗ്രൂപ്പ് ഉണ്ടോ? ആ ഡാൻസേഴ്സ് ഉണ്ട്. ഡാൻസേഴ്സ് ഉണ്ട്. വിളി മക്കളെ. വായോ വായോ. വായോ. ഓൾ ദ ബെസ്റ്റ്.
അക്ഷിത് എന്തോ കലക്കിമൻ താങ്ക് യു സർ. സൂപ്പറായിട്ട് പാടി. താങ്ക് യു സർ. അതായത് ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അസലായിട്ട് നീ പാടി. കാരണം Thank you, sir. എസ്പെഷ്യലി ചില സ്ഥലത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ചില ഈ എക്സ്പ്രഷൻസും അതുപോലെ തന്നെ കട്ടുകെട്ട അങ്ങനെ ഒരു സ്ഥലത്ത് എവിടാന്നറിയോ? അനുപല്ലവില്ലേ? അട്ടപ്പട്ടലും കളിയഭ്യാസം. അത് പഠിക്കും. അട്ടപ്പട്ടലും കളിയഭ്യാസം ഇതിലിട്ടപ്പെട്ടലൊന്നു തരാക്രാന്തം. അട്ടപ്പട്ടലും കളിയഭ്യാസം ഇതിലിട്ടപ്പെട്ടലൊന്നു തരാക്രാന്തം. വേദനയാൽ പല വേഷമണിഞ്ഞവരീശലോടെ വരവായി പറക്കും തുളിക. ഇത് മനുഷ്യരെ കറക്കും തുളിക. ഗുഡ്. കാരണം Thank ആ you, sir. പോർഷൻസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒന്നുമില്ല, കാരണം ഡിറ്റോ ആയിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഡിറ്റോ ആയിട്ട് പാടി. കാരണം വടി കഠാര വെടി, കാരണം ഇത്രയും ലിറിക്സ് ഓർമ്മ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോ 12. ഈ 12 വയസ്സല്ല 20 വയസ്സല്ല, എനിക്കിപ്പോഴും 4 വരി ഓർമ്മ നിൽക്കത്തില്ല. കാരണം ആർക്കും പ്രയാസമാണ് ഈ ഒരു ഒറ്റ പാട്ട് മുഴുവൻ. ഇത് മൊത്തം ടക്ക 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 എന്നുള്ള വരികളാണ്. പടക്കപ്പലാണോടാ എലിപ്പെട്ടിയാണോടാ സ്കെലിറ്റൻ ചിരിക്കും പോലെ ചിലമ്പുന്ന കൊട്ടാരം. അതൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും മനസ്സിൽ നിൽക്കാത്ത വാക്കുകളാണ്. കാരണം എല്ലാം ഒരു ബിസിനസ് സംബന്ധിച്ച ഒരു കാര്യമാണെങ്കിൽ തന്നെയും അതിനകത്ത് കുറേ ചേഞ്ചസ് ഉണ്ട്. പാടി വരുമ്പോൾ ഈ വടി കെട്ടാര വെടി പടക്കമോട്ട ജനം ഇടി തുടങ്ങി മകനെ കട്ടുകട്ടോര കട്ട് ശകടമാണ് ശനി ശരണമാര് ശിവന് ഗതി കെട്ടൊരു വട്ടന് മീറ പൊട്ടന് രട്ടം വന്നതുപോലെ ഇതാ ഈ നൊസ്സുകാരനൊരു വെസ് വാങ്ങിയതൊരു അസൽ സംഭവമാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പാടുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഔസേപ്പച്ചൻ ചേട്ടന് താങ്ക്സ് ചേട്ടാ. കാരണം ഇത് പറയാൻ കാര്യം, ഇതേ പ്രൊഡ്യൂസേഴ്സ് ഇതേ ഡയറക്ടേഴ്സ് താഹ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഡയറക്ടർ. അവർ വീട്ടിൽ വന്നു, എന്നിട്ട് പറഞ്ഞു പറക്കും തളിയ പാർട്ട് 2 എടുക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് അവർ. അപ്പം ജസ്റ്റ് വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നന്നായിട്ട് പാടിയാണ്. മോനിന്ന് പാടിയ പാട്ടിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് കേട്ടിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയത് മോൻ്റെ ലാംഗ്വേജ്. മലയാളം മോൻ എങ്ങനെ അത് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്ത്. കാരണം ഈ പാട്ടിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിറിക്സിൻ്റെ ഈ കട്ടുപിട്ടാന്നുള്ള ലിറിക്ക് എടുത്ത് കേൾക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പാട്ട് കിട്ടുള്ളൂ. മോൻ പാടിയപ്പോഴും മറ്റേ കടുകഠോര എന്നൊക്കെ പാടിയില്ലേ, അത് കറക്റ്റ് ഇത്രയും സ്പീഡിൻ്റെ ഇടയിലും ഒരു വാക്ക് പോലും അതിൻ്റെ സ്ഫുടത നഷ്ടപ്പെടുത്താതെ മോൻ പാടിയില്ലേ, അതിന് വെരി ബിഗ്. അത് വലിയൊരു ക്രെഡിറ്റ് ആണ് മോന്. കാരണം ഈ ശ്രീകുടൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്? ഒരു മ്യൂസിക് ഡയറക്ടർ ശ്രീകുടൻ ചേട്ടനെ പോലത്തെ ഒരു സിംഗറിനെ ഈ പാട്ടിൽ വെക്കണമെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ, അത് ചിന്തിക്കാനൊന്നുമില്ല, മാത്രമേ പറ്റൂ. അത് തന്നെ, അതിനാണ് നമ്മൾ പറയുന്നത്. കാരണം അടിപൊളി പാട്ടും മെലഡിയും ഒരുമിച്ച് വരുന്ന സമയത്ത് മലയാള ഭാഷയുടെ ലിറിക്സ് നല്ല ക്ലാരിറ്റിയിൽ ഓൺ ബീറ്റ് അടിപൊളി പാട്ട് കിട്ടുന്ന പഞ്ചിൽ തന്നെ പാടാൻ ശ്രീകുടൻ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്. അപ്പം ശ്രീകുടൻ ചേട്ടൻ പാടിയ പാട്ട് ശ്രീകുടൻ ചേട്ടൻ തന്നെ മുമ്പിലിരുന്ന് മോനത് ശ്രീകുടൻ ചേട്ടൻ ഹാപ്പി ആവുന്ന രീതിയിൽ പാടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് കേട്ടോ. പിന്നെ എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് ഇതൊരു ആക്ച്വലി പറക്കും തളിക എന്നുള്ളൊരു പടത്തിലെ പാട്ട്, പടത്തിന്റെ പേരും പറക്കും തളികയാണ്. അതെ, എനിക്ക് എൻ്റെ കരിയർ തുടങ്ങിയതിനു ശേഷം ഇത് 2001 ഒരു പടമാണ്. ഞാൻ 2003 മ്യൂസിക് ഡയറക്ടർ ആയത്. അപ്പോൾ ഞാൻ 2003 വന്നതിന് ശേഷം എത്രയോ പടങ്ങൾ ചെയ്ത സമയത്ത് എനിക്ക് പല ഡയറക്ടേഴ്സും റെഫറൻസസ് ആയിട്ട് പറയുന്ന പടത്തിൻ്റെ പേര് പാട്ടിൽ ഇങ്ങനെ തെറിച്ച് നിൽക്കണം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പറക്കും തളിക. അപ്പം ഞാൻ ചെയ്യുന്ന പല പാട്ടുകളിൽ പടത്തിൻ്റെ പേര് വരണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എൻ്റെ അടുത്തതാണ്, അങ്ങനെ എടുത്ത് നിൽക്കണം പറക്കും തളിക എന്നുള്ളൊരു. പിന്നെ പറയുന്ന ഇതുപോലത്തെ വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ, അവനവൻ കുരുക്കെടുക്കുന്ന ഈ 2 പാട്ടുകളാണ് ഈ ജോണറിൽ ആൾക്കാർ എപ്പോഴും കമ്പയർ ചെയ്ത് എൻ്റെ അടുത്ത് റെഫറൻസ് ആയിട്ട് പറയാറ്. അപ്പം മോൻ അങ്ങനത്തെ ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു പാട്ട് ഇവിടെ കൊണ്ടുവന്ന് പാടിയില്ലേ, അതും നീറ്റായിട്ടാണ് പാടിയത്. പിന്നെ മോൻ അത്യാവശ്യം കുറച്ച് ഇൻട്രാക്ട് ചെയ്തു അല്ലേ. ഇനി ഇപ്പം മോൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഒരു ജേർണിയിൽ എനിക്ക് മോൻ ഇപ്പോൾ തരാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, മോൻ്റെ പൊതുവെയുള്ള ബോഡി ലാംഗ്വേജിൽ മോനൊരു പാവം ഒതുങ്ങി ഇങ്ങനെ പാടുന്ന ഒരു പാട്ടുകാരനാണ്. ഇനി പെർഫോമൻസ് വരുമ്പം ഒന്ന് കുറച്ചും കൂടി ബോൾഡായിട്ട് എന്നാടാ പിടിച്ചു അക്ഷത്ത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ബോഡി ലാംഗ്വേജിൽ മോൻ കുറച്ചും കൂടിയും, അതായത് മോൻ്റെ പാട്ടിലുണ്ട്, മോനെ കാണുമ്പം
ഇവന്റെ വായന തന്നെയാണോ ഈ പാട്ട് വരുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒതുങ്ങിയത്. ഇപ്പൊ ഈ ചിരിയില്ലേ, ആ ആ ആ എന്ന് പറയുന്നില്ലേ, അത് പാട്ടിലേക്ക് ഇങ്ങനത്തെ അടിപൊളി പാട്ട് വരുമ്പം ആ ബോഡി ലാംഗ്വേജ് ആവരുത്. പറക്കും തളിക എന്ന് പാടുന്ന സമയത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാവണം. ഇനി വരുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഒരു ബോഡി ലാംഗ്വേജ് ഇങ്ങനത്തെ പാട്ടിൽ കൊണ്ടുവരിക. ഈ പാട്ടല്ല, ഇനി ഇതുപോലത്തെ ജോണറിൽ ഇനി അടിപൊളി പാട്ടുകളായിട്ട് വരുമല്ലോ, പെർഫോമേഴ്സ് ഉണ്ടാവുമല്ലോ, ഒന്ന് മാറ്റി പിടിക്കാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അക്ഷിത് കുട്ട, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോൻ പാടിയത്. നല്ലൊരു ചടുലമായിട്ടുള്ളൊരു പാട്ടാണ്, നല്ല സ്പീഡായിട്ടുള്ള പാട്ടാണ്. ഇപ്പോൾ ദീപ് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പാട്ടിൽ എനർജി ഉണ്ടായിരുന്നു, ആ ഒരു മൂവ്മെൻറ്റ്, ഒരു ആ ശരീരത്തിലും കൂടി കുറച്ചൊരു മൂവ്മെൻറ്റും ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ പാവായിട്ട് നിന്ന് പാടരുത്. ഇപ്പം ഈ പറഞ്ഞ അക്ഷരസ്ഫുടതയുടെ കാര്യം അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ വാക്കുകളാണ് ഇതിൽ ഗിരീഷ് ചേട്ടൻ എഴുതിയിട്ടുള്ളത്. വടി കഠാര, കഠോരം എന്നൊക്കെ പറഞ്ഞു, വെടി പടഹമോടെ ജനം ഇടി തുടങ്ങി. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രത്യേകിച്ച് 12 വയസ്സുകാരന് അങ്ങനത്തെ ഇതൊക്കെ പാടാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രായമാണ്. അത് മോൻ വളരെ ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് ചില ഭാഗത്ത് കുറച്ചും കൂടി പവർ ഉണ്ടായാൽ കൊള്ളാമെന്ന്. പ്രത്യേകിച്ച് പല്ലവിയിൽ ഈ നൊസ്സുകാരൻ ഒരു ബസ് വാങ്ങിയ ആ ഭാഗമില്ലേ, അത് ആ കുറച്ചും കൂടി പഞ്ചിൽ പാടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. പല്ലവി ജസ്റ്റ് ഒന്ന് പാടാമോ? വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കൊടുശകടമാണു ശനി ശരണമാരു ശിവനെ, ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി പറക്കും. അവിടെ ഒരു ചെറിയ വലിവ് വരുന്നുണ്ട്. അത് ഞാൻ ഫസ്റ്റ് പല്ലവിയിൽ തന്നെ നോട്ട് ചെയ്തതാണ്. ഈ നൊസ്സുകാരൻ ഒരു ബസ് വാങ്ങി, അത് ഒരു പഞ്ച്, അത് കറക്റ്റ് ടെമ്പോയില് കറക്റ്റ് ആ ഒരു പഞ്ചില് പാടണം. കേക്കട്ടെ. ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. യെസ്, ഓക്കെ, ഇപ്പൊ ശരിയായത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലത്തെ കട്ടിയുള്ള വാക്കുകളുടെ പ്രശ്നമാണ്. ഇന്ന് വലിഞ്ഞു പോണത് ചെറുതായിട്ട്, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം പാട്ട് നന്നായിരുന്നു, ശരീരം കൂടി പെർഫോം ചെയ്യണമായിരുന്നു. ഇതൊരു സ്റ്റേജിൽ ഇപ്പോൾ അക്ഷിത് കുട്ടൻ നിന്ന് പാടുകയാണ്. ഈ ടോപ്പ് സിംഗറൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു, നല്ല പേരെടുത്തൊരു പാട്ടുകാരനാണ്. ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുകയാണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ പിന്നണി ഗായകൻ അക്ഷിത്തിൻ്റെ ഗാനമേള. അപ്പോൾ അവിടെ നിന്ന് ഈ പാട്ട് പാടുകയാണ് സ്റ്റേജിൽ. അതെങ്ങനെയായിരിക്കും? വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കുടുശകടമാണു ശനി ശരണമാരു ശിവനെ, ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കൊടുശകടമാണു ശനി ശരണമാരു ശിവനെ. ഇപ്പോഴാണ് അവസാനിക്കാറായപ്പോഴാണ് കുറച്ചും കൂടി ഇപ്പൊ ചെയ്തില്ലേ, ഇപ്പൊ ലാസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന് പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടായാണ് കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇനി അതും കൂടി ശ്രദ്ധിക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അക്ഷിത് കുട്ട, എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഐ ഹാവ് നത്തിങ് ന്യൂ ടു സേ. പക്ഷെ മ്യൂസിക്കലി അടിപൊളിയായിരുന്നു. യു നോക്ക്ഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ പാർക്ക്. ആൻഡ് അക്ഷിതിന്റെ റേഞ്ച് is also brilliant. I know your voice has not broken yet, പക്ഷെ എന്നാലും ഈ റേഞ്ച് നല്ല ഹൈ ഒക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് പാടി അങ്ങനെ. സോ അതൊക്കെ സൂപ്പറായിരുന്നു, സൂപ്പർബായിരുന്നു. അതിനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഈ അക്ഷരസ്ഫുടത, ഓൾ ഓഫ് ദിസ്, അതെല്ലാം നിസ്സാര കാര്യമല്ല, പക്ഷെ അടിപൊളിയായിട്ടാണ് പാടിയെ. എനിക്കും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇച്ചിരി കൂടെ പെർഫോമൻസ് ഇച്ചിരി കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്താല് അടിപൊളിയായെന്ന്. ഒരു ഡെമോ ചെയ്തപ്പം അക്ഷിത് അത് ചെയ്തല്ലോ. ഈവൻ വിതൗട്ട് ഡാൻസേഴ്സ്, ഈവൻ വിതൗട്ട് ഓഡിയൻസ്, ഈവൻ വിതൗട്ട് ഓൾ ഓഫ് ദാറ്റ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്. അത് തന്നെയാണ് കാര്യം. യു ഹാവ് ടു എൻജോയ് ആൻഡ് ഡു ഇറ്റ് ആസ് ലോങ് ആസ് യു എൻജോയ്. അതാണ് ഈ സ്റ്റേജിലത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ അക്ഷിത്ത് ഒരു 100%, ഒരു 200% എൻജോയ് ചെയ്ത് പെർഫോം ചെയ്താൽ മതി. പിന്നെ വേറെ ഒന്നുമില്ല നോക്കാൻ. സോ ഈ പാട്ട് മാത്രമല്ല, എല്ലാ പാട്ടും, എസ്പെഷ്യലി ഇങ്ങനത്തെ റൗണ്ടൊക്കെ വെക്കുമ്പം, ഇങ്ങനെ പെർഫോമൻസ് ചൂസ് ചെയ്യുമ്പം നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുമ്പം ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള അവസരം കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരുന്ന സാധനങ്ങൾ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് പോകും. സോ ഇങ്ങനത്തെ ഒരു
സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വേറെ വേറെ റൗണ്ട് ഇങ്ങനെ പെർഫോമൻസ് അല്ലെങ്കിൽ യുവർ ഫേവറേറ്റ് ഓർ യുവർ സാഡ് സോങ് ഓർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള ഇങ്ങനെ ചില തിങ്സ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യും ഇങ്ങനത്തെ തിങ്സ്. സോ അത് നമ്മളൊരു ചാലഞ്ച് ആയിട്ട് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഓക്കെ ഇതൊരു പെർഫോമൻസ് റൗണ്ട് ആണെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്ന് ഓർത്ത് അങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കണം. ബിക്കോസ് ഇനിയും കുറേ ഉണ്ടല്ലോ റൗണ്ടുകളൊക്കെ. സോ അതിലൊക്കെ ആ റൗണ്ടിന് മാച്ച് ചെയ്യുന്ന പോലെ ഇപ്പൊ സോങ് ചോയ്സ് പോലും അടിപൊളിയായിരുന്നു. ഈ പെർഫോമൻസ് റൗണ്ടിന് പറ്റിയ സോങ് ചോയ്സ് അത്. താങ്ക് യു മാം. പുഷ് യുവർ ബൗണ്ടറീസ്. ആ കംഫർട്ട് സോണിൽ നിന്ന് ഇച്ചിരി ഒന്ന് പുറത്ത്. പേടിയുണ്ടോ സ്റ്റേജില്? ഇല്ല, പേടിയില്ല. പേടി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പിന്നെ പോയി. ഇപ്പൊ പോയി. പക്ഷെ ഇച്ചിരി ഷൈനെസ് ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് എല്ലാവരുടെയും ഓരോരാളുടെയും പേഴ്സണാലിറ്റീസ് ഒക്കെ വേറെ ആയിരിക്കും. പക്ഷെ സ്റ്റേജിൽ വരുന്ന ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ നേരത്തെ നല്ല എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് സ്റ്റേജിൽ കയറുമ്പോൾ. ഫുട്ബോൾ ഇല്ല, അതിന് പകരം നോട്ട്സ് ഉണ്ട്. സോ ദാറ്റ്സ് ജസ്റ്റ് ഇറ്റ്. ഹാവ് ഫൺ, കീപ് റോക്കിംഗ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ശക്തി ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു ഭയങ്കര ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഇല്ല ഒന്നുമില്ല ചോദിച്ചു. ജാക്കിന് എന്തുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റിയില്ല? ജാക്കിന് എന്തുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റിയില്ല? ഓടിക്കാൻ അറിയാത്തോണ്ട്. ജാക്കല്ലേ? ജാക്ക് ഒരു മനുഷ്യനല്ല. മീനൂട്ടി ആക്ച്വലി സമ്മതിക്കണം. എന്താ ശരിക്കും ഇതിന്റെ ഒരു PhD അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് മീനൂട്ടി തന്നെയാണ്. ശരിയാണോ? അപ്പൊ അതല്ലേ? യാ, ബിക്കോസ് ജാക്ക് ഇസ് എ പീസ് ഓഫ് ചീസ്. ജാക്ക് ഒരു മനുഷ്യനല്ല. അത് ജാക്ക് ഒരു മനുഷ്യനല്ല. ഇനി ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. ആമയുണ്ട്, മീനുണ്ട്, എന്നാൽ തിന്നാൻ പറ്റില്ല. ആർക്കായാലും കഥ ചോദ്യമല്ലോ വെച്ച്. അല്ല എനിക്ക് ആമയുണ്ട്, മീനുണ്ട്, എന്നാൽ തിന്നാൻ പറ്റില്ല. കുറെ പ്രാവശ്യം ചോദിപ്പിക്കില്ലേ? മീനെ തിന്ന ഫോട്ടോ ആയിരിക്കും. ഫോട്ടോ ആയിരിക്കും. അല്ല വേവിച്ചില്ലായിരിക്കും. അല്ല, ആമയും മീനും ഉണ്ട്, മീന് ഉണ്ട്, എന്നാൽ തിന്നാൻ അവരുണ്ട് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അല്ലല്ല, അത് വെള്ളത്തിലാ കിടക്കുന്നത്. ആണോ? പിന്നെ അല്ല, അവരുണ്ട് ഓൾറെഡി. ആമയുണ്ട്. ഞാൻ പറയട്ടെ എന്താന്ന്. അതിനെ തിന്നാൻ പറ്റത്തില്ല. എന്താ? ആമേൻ. അത് ആമേനല്ലേ? നമ്മൾ പറയുമ്പോ അങ്ങനൊക്കെ പറയും. ആമീനോ? സുശാന്തേ, എനിക്ക് ഒരു ചെണ്ടമേളം കൂടി. ആമേനല്ല, വേറെ അത് തന്നെ ആമേൻ. അതിനെ തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മേ. അപ്പൊ മോൻ അങ്കിള് തരുന്ന മാർക്ക് 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ഞാൻ തരുന്നത് മോന് 9.25. താങ്ക് യു സർ. അച്യുത്കുട്ടന് ഞാൻ തരുന്നു 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. So you got 28.5 out of 30. താങ്ക് യു സർ. ഒരു സംശയമില്ല, മോന് കിട്ടിയിരിക്കുന്നത് A extreme. താങ്ക് യു സർ. ആടി ഒരു പറക്കും തളിയ മൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded A extreme. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി വോട്ടിംഗുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള മലയാള മനസ്സിൽ കൂട്ടുകൂടിയ കുഞ്ഞു പാട്ടുകാരുടെ വാത്സല്യ വിരുന്നിലേക്ക് പ്രിയപ്പെട്ട ഇഞ്ചി കുഞ്ചി എത്തുന്നു. വെൽക്കം ദേവനാശ്രിയ. ഇഞ്ചി, എന്താ ഉണ്ട്? ഏത് പാട്ടാണ്? ഒന്നൊരു ആടാൻ കൊതിയായി. ആരാ മ്യൂസിക്? SP വെങ്കടേഷ് സാർ. എഴുതിയത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സർ. ഏത് സിനിമയാണ്? സൗഭാഗ്യം. സൗഭാഗ്യം. ഏത് വർഷം? 1993. പാടിയതാരാണ്? ചിത്രമ്മ. എല്ലാം അറിയാം. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചോദിക്കുക ഇനി? നന്നായിരിക്കുന്ന ഡ്രസ് കേട്ടോ. ഞാൻ മിക്കവാറും പറയാനുള്ള. എന്റെ അച്ചാച്ചൻ വാങ്ങിച്ചതാ. എന്താ പേര്? ശ്രീധരൻ. അറിയാം. ആണോ? പിന്നെ പറഞ്ഞിട്ടില്ല മോളുടെ അടുത്ത്? ഇല്ല. ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും കേട്ടില്ല. ഇന്നലെ പോലും വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ മോള് വരുന്നുണ്ട്,
ഇപ്പൊ കാലത്ത് ദീപം എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മുടെ ഇഞ്ചി കുഞ്ചി ഇന്ന് ഒന്നുരിയാടാനാണോ പാടുന്നത്? ഞാൻ പറഞ്ഞു എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഉണ്ട്, ഒരു സസ്പെൻസ് ആണെന്ന്. ഇപ്പൊ ആ സസ്പെൻസ് പൊളിഞ്ഞു. നമ്മൾ ഇത്രയും നാളത് പുറത്ത് അധികം പറഞ്ഞിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെ വരുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ലല്ലോ. അതാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ആയ സ്ഥിതിക്ക് ഇപ്പം അറിയട്ടെ, കുഴപ്പമില്ല. ശരി ശരി. ഇവിടെ വന്നിരിക്കുന്ന ആരാന്ന് കണ്ടോ? എന്താ ആന്റിയുടെ പേര്? അയ്യോ, ശക്തി ആന്റി ആണോ? ഇങ്ങനെയൊക്കെ ശക്തി ആന്റി. നല്ല ശക്തിയുള്ള ആന്റിയാണ്. അതെ അതെ അതെ. തുടങ്ങാ. ഓൾ ദി ബെസ്റ്റ് ഇഞ്ചി കുഞ്ചി. താങ്ക് യു. ഇഞ്ചി കുഞ്ചിനെ വിളിക്കുന്നു.
മീനുട്ടി ഞാൻ ഞങ്ങള് കണ്ടു, പക്ഷേ അതായത് ഏറ്റവും വലിയൊരു കോമഡിയാണ് ഞാൻ മാധു കണ്ടു. എഴുന്നേറ്റിട്ട് നമ്മൾ ആരും എണ്ണിക്കുന്നില്ല. പുള്ളി എക്സസൈസ് ഒരു മൂന്ന് ദീപങ്ങളൊരു വൻ കോമഡിയാ. ദിവസം കൊണ്ട് തുടങ്ങിയിട്ട് കാലിൽ കംപ്ലീറ്റ് മസിലിന്റെ പിടുത്തമാണ്. അതിന് പുള്ളിക്ക് എണ്ണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ എണ്ണിക്കാൻ മധുവിനെ വെറുതെ നോക്കി. അപ്പൊ മധു കുറച്ചു നേരം എന്നെ ചിരിച്ചു. അത് കഴിഞ്ഞ് മധു പറയുന്നു അപ്പൊ ഞാൻ ജിമ്മിൽ പോയാൽ ആദ്യത്തെ ഒരാഴ്ച ഇതാണ് അവസ്ഥ എന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ എന്റെ നിർബന്ധ പ്രകാരമല്ല, എല്ലാരും കൂടി എന്നെ കൊണ്ടുപോയി അവിടെ ഇട്ടതാണ്. മനസ്സിലായി? അപ്പൊ അതിന്റെ എഫക്റ്റ് ആയിട്ട് കാലൊക്കെ കൂടി അങ്ങ് സ്റ്റിഫായിരിക്കുന്ന, എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ വരുന്നതിന്റെ മുമ്പേ മധുവിന്റെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ എപ്പിസോഡില് വല്ല കില്ലാടികളാണ് കയറുന്നതെങ്കിൽ പണി കിട്ടിയത് തന്നെ, എഴുന്നേക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി അറ്റം നന്നായി പാടിയാൽ മാത്രം എഴുന്നേക്കാമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ലാസ്റ്റ് പല്ലവി തുടങ്ങുമ്പോഴേക്കും ഇവിടെ എഴുന്നേറ്റ് നിൽക്കുക. ഇഞ്ചി ആദ്യം ഒരു നല്ല കൈഡി. ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് സംഗതിക്ക്. പല റൂട്ടിൽ പോകണുണ്ട് ഈ സംഗതികളൊക്കെ. എസ്പെഷ്യലി അനുവല്യം ഒന്ന് പാടിക്കേ, മോള് വെറുതെ പാടിക്കേ. പദമാക അതൊരു വേറൊരു സ്പെഷ്യൽ. ആ ആ അടുത്ത അതടുത്ത ഇതാണ്. അതാണ് കുട്ടി പാടിയ സംഗതി. ആ രഹസ്യം കണ്ടു, രഹസ്യ അതാണ് പ്ലസ് പോയിന്റ്. ഇഞ്ചി ഇഞ്ചിയില് അടുത്ത് ചൊരിയുമൊരു സ്നേഹ കുങ്കുമം. ഓക്കെ. അതാണ് ഇഞ്ചി ഭാഗ്യജാതകം. മാപ്പു പറഞ്ഞ പാദം പുണരാൻ മോഹമേറെയായി. അത് മാത്രം ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു ശാകലം, പക്ഷെ ലാസ്റ്റിലത്തെ രണ്ട് സ്ഥലം കിടുക്കി കളഞ്ഞല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഒന്നും പറയാനില്ല. ഇഞ്ചിക്ക് അറിയാത്ത എന്തോ സാധനമുണ്ട് വെച്ച് സ്പ്രിഞ്ചിരിക്കല്ലേ. ടോട്ടലി സൂപ്പറായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ. ഇപ്പം ഞാൻ വെങ്കടേഷ് സാറിനെ പറ്റി ആലോചിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകൾ ഞാൻ പാടാൻ പോയതും അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതും എന്ന് വേണ്ട. കാരണം ഈ വാസ് സച്ച് എ നൈസ് മാൻ. എന്തായാലും വെങ്കടേഷ് സാറിനൊരു നമസ്കാരം. അയ്യോ, ഒരുപാട് എനിക്ക് പാട്ട് തന്ന സാറിന് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ, ദൈവാധീനം ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ ഒരു നീമ ടീച്ചർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നീമ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. അപ്പം കഥയാണോ? പിന്നെ പറയുന്ന രീതി അനുസരിച്ച് അങ്ങനെ കാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ആന എന്നിട്ട് നീമ ടീച്ചർ നന്നായി പാടിയാല് ടീച്ചർക്ക് നല്ല സന്തോഷാവും. അപ്പം ജഡ്ജസിനോടൊക്കെ ടീച്ചർ ഒരു അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് ഞാൻ എൻ്റെ നീമ ടീച്ചർക്ക് വേണ്ടി ഡെഡിക്കേറ്റ്. വെരി ഗുഡ്. ഇപ്പൊ നോക്കുമ്പോ മോള് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. മോളുടെ ഏറ്റവും അങ്കിൾ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മോളുടെ എക്സ്പ്രഷനാണ്. പാട്ടിനിടുന്ന എക്സ്പ്രഷൻസ് ഉഗ്രനാണ്. അത് എല്ലാ പാട്ട് പോലെ ഈ പാട്ടിലും ഫെന്റാസ്റ്റിക്. അങ്കിളിന് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ ഇനിയും എക്സ്പ്രഷൻസും നല്ല ക്ലാസിക് ആയിട്ടുള്ള മലയാളം പാട്ടുകളായിട്ട് ഇനിയും വരിക. സൂപ്പർ. അസാധ്യമായിട്ട് പാടി കേട്ടോ, ഉഗ്രനായിട്ട് പാടി. മോളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോൾക്ക് ഈ പ്രായത്തിൽ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. സിംഗിങ് പാടുന്ന രീതിയിൽ ആ ഡൈനാമിക്സ് ഒക്കെ പോകുന്നതിലെല്ലാം കൊടുക്കുന്നതിലെല്ലാം ഒരു പ്രൊഫഷണൽ സിംഗറുടേതായിട്ടുള്ള ഒരു പ്രത്യേകത മോൾക്കുണ്ട്. ഇപ്പോഴേ ഈ കുട്ടിക്കാലത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ട് പാടാനുള്ള യോഗ്യത ഉണ്ട്. ഇപ്പോൾ മോളുടെ ഈ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പം മധു സാർ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആൻഡ് എല്ലാം ഇങ്ങനെ എക്സ്ട്രോർഡിനറി ആയിട്ടാണ് പാടിയിരിക്കുന്നത്. എക്സ്ട്രോർഡിനറി ബ്രില്യൻസ്. ആൻഡ് ഇപ്പൊ തന്നെ സ്റ്റുഡിയോ കയറി പാടാൻ തുടങ്ങാം. അങ്ങനെ റെഡിയാണ്, സമ്മതിക്കണം. ഞാനിങ്ങനെ ഫുൾ ബോൾഡ് ഓവറായിട്ട് അടിച്ചിങ്ങനെ ഞെട്ടിക്കിടക്കുക ആകെ മൊത്തം. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്.
ആൻഡ് ഇനിയും ഇതുപോലെ ഒത്തിരി അടിപൊളി പെർഫോമൻസസ് തരൂ, തന്നുകൊണ്ടേയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്കിളുടെ ക്വസ്റ്റ്യൻ ഇല്ലേ? ചോദിക്കട്ടെ? ഇഞ്ചി കുഞ്ചിയുടെ അടുത്ത് സവാരിക്കെടുക്കാത്ത ബസ് ഏതാണ്? സവാരിക്കെടുക്കാത്ത ബസ് എനിക്കറിയാം. ഏതാണ്? എനിക്കറിയില്ല. അറിയത്തില്ല? അപ്പം മീനൂട്ടിയുടെ അടുത്ത് ചോദിക്കൂ. അവള് പറ. ക്യാമ്പസ് ഓർ കോമ്പസ് അങ്ങനെയാ രണ്ടും ബസ്സാണ്. ക്യാമ്പസ് ഒരു ബസ്സാണ്. അല്ല അത് പി ആണ്. ഓ അങ്ങനെ സ്പെല്ലിംഗിലും ബസ് വേണോ? അല്ല, ശരിക്കും ക്യാമ്പസ് എന്നുള്ള വാക്ക് മീനൂട്ടി പറഞ്ഞ ക്യാമ്പസ് ആയതാ. ക്യാമ്പസ് അപ്പം മധു പറയുന്നതാണ്. ഞാൻ പറയട്ടെ, എനിക്കും 2 ഉത്തരവുണ്ട്. സിലബസ്, ഒരെണ്ണം കൂടി ഉണ്ട്. ഇതല്ലെങ്കിൽ കൊളംബസ്. കൊളംബസ്, സിലബസ്. അതെ, 2 ഉത്തരം ഏത് വേണമെങ്കിൽ എടുത്തോ. മീനൂട്ടിയുടെ ക്ലാസ്സിലേക്ക് എടുത്തോളൂ. അപ്പൊ ഇഞ്ചി കുഞ്ചി, ഇന്ന് ഇഞ്ചി കുഞ്ചിയുടെ മാർക്ക് ഞാൻ പറയാൻ 9.75 out of 10. ഞാൻ പെട്ടെന്ന് മീയായി. ദേവനശ്രീയ, മോൾക്ക് അങ്കിളും തരുന്ന 9.75. താങ്ക് യു സർ. അപ്പൊ പിന്നെ ഞാനും തരാം അല്ലേ? 9.75. താങ്ക് യു. 29.25 out of 30. താങ്ക് യു. That means മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് A extreme. താങ്ക് യു. അപ്പൊ എന്ത് പൂക്കിറ്റ് വേണം? വേഗം പറഞ്ഞോ. എന്റെ ഒരു ആന്റി ഉണ്ട്, കമല ആന്റി. കമല ആന്റി. ഇഞ്ചി കുഞ്ചിയുടെ കമല ആന്റിക്ക് ഒരു പോക്കറ്റ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A extreme. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി വോട്ടിംഗുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഹാപ്പി ആയില്ലേ? ഓൾ ദി ബെസ്റ്റ്. ഉരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി, മഴവിൽ മുനയാൽ നിൻ രൂപം എഴുതാൻ കൊതിയായി, മാപ്പു പറഞ്ഞ പാദം പുണരാൻ മോഹമേറെയായി. കിവി ഐസ്ക്രീംസ് മലയാളികളുടെ രുചി വൈവിധ്യത്തിന് കഴിഞ്ഞ 10 വർഷമായി പുതിയ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തിയ മലയാളി ബ്രാൻഡാണ് കിവി ഐസ്ക്രീംസ്. ജാക്ക് ഫ്രൂട്ട്, അറേബ്യൻ ഡിലൈറ്റ്, ടെൻഡർ കോക്കനട്ട് തുടങ്ങിയ 20-ലധികം രുചികൾ കിവി ഐസ്ക്രീംസിനുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് കിവി ഐസ്ക്രീം ലഭ്യമാണ്. രുചിച്ചറിയാം നാവിലലിയുന്ന കിവിയുടെ മാജിക്. കുരുന്നു പാട്ടിന്റെ കുഞ്ഞുനാദം പകരാൻ നമ്മുടെ കുട്ടനാടിന്റെ മിടുമിടുക്കി വൈകാലക്ഷ്മി. വെൽക്കം വൈകക്കുട്ടി. ഹലോ ഹലോ വൈകക്കുട്ടി. എന്തോ? വൈകക്കുട്ടിയുടെ വലിയൊരു ഫാനാ ആന്റി കേട്ടോ. താങ്ക് യു ചേച്ചി. മോളുടെ പാട്ടൊക്കെ ആന്റിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ആന്റിയുടെ പേരെന്താ? എന്റെ പേര് പ്രിയ എന്നാണ് മോളെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ആന്റി മക്കളുമാണ് ഇപ്പൊ ഉള്ളത്. അങ്കിള് പുറത്താണ്. അപ്പൊ അങ്കിളിനെ കാണാഞ്ഞിട്ട് ആന്റിക്ക് വിഷമില്ലേ? വിഷമൊക്കെ ഉണ്ട്. വിഷമില്ലാതിരിക്കോ? അപ്പൊ പിന്നെ ഞാൻ അടുത്ത റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് ആന്റിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ? ആണോ? അതേത് പാട്ടാ മോനെ? നാഥാ നീ വരുമ്പോൾ, നാഥാ നീ വരുമ്പോൾ തരളിതമായി. ആ പാട്ട്. അയ്യോ അടിപൊളി മാമ. ആന്റിക്ക് ഒരുപാട് സന്തോഷമായി ഈ പാട്ട് കേട്ടപ്പോ. താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. വെൽക്കം. ചുവന്ന കുട്ടിയാണല്ലോ. ഓ, ഇന്ന് മൊത്തം ചുമപ്പ് മയമാണ്. അത് കാരണം എന്ത് പറ്റുമെന്ന് അറിയാ? മുഖവും ചുമന്നു. ചുമക്കുവോ? അതെനിക്ക് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. കാരണം മുഖം ചുമന്നു. ഈ ഉടുപ്പിന്റെ ആയിരിക്കും അല്ലേ? അതോ ശരിക്കും ചുമന്നതാണോ? ശരിക്കും ചുമന്നതാ. സൗന്ദര്യം കൂടിയിട്ട്. സൗന്ദര്യം കൂടി അല്ലേ? വൈകക്കുട്ടി, എന്തോ പൊളിക്കാം. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ശഖാനക്കുട്ടി. വൈഗ, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ അലക്സ് പോളിന്റെ വളരെ വ്യത്യസ്തമായ ഒരു കമ്പോസിഷനാണ്. നന്നായിട്ട് പാടി. പക്ഷെ എനിക്കൊരു ചെറിയൊരു ചോദ്യമേ ഉള്ളൂ. പാർവണ ചന്ദ്രിക എന്നെടുക്കുന്ന സ്ഥലത്തിന് വേണ്ടിയാണോ ഈ പിച്ച് ഇത്രയും ഡൗൺ ചെയ്ത് എന്നൊരു? അല്ല, എനിക്ക് തൊണ്ട ഭയങ്കര അടപ്പായിരുന്നു ഇത്ര നാള്. അപ്പോൾ ഹൈയില് പാടുമ്പോഴത്തേക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു പിച്ച് കുറച്ച് എനിക്കിപ്പോൾ കുഴപ്പമില്ലാതെ പാടാൻ പറ്റും. കുഴപ്പമില്ല. ഇത് എത്ര സുഷേ ശ്രുതി? സി. ഡിക്ക് പറ്റില്ല, സി ഷാർപ്പ് എന്നിട്ടോ ചുമ്മാ നോക്കാൻ വേണ്ടിയിട്ടാണ്. നാഥ നീ വരുമ്പോൾ, നാഥ നീ വരുമ്പോൾ, നാഥ നീ വരുമ്പോൾ തരളിതമായി പ്രാണനിലേതോ ശൃംഗാരഭാവം ശ്രീരാഗ സിന്ദൂരമായി. അവിടെ ഒന്നുകൂടെ കറക്റ്റാണ്. സിന്ദൂരമായി, അവിടെ ആ കറക്റ്റായിട്ട് സിന്ദൂരമായി നാഥ. അവിടെ ആ നാഥയെല്ലാം നേരത്തെ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ആ ലോ റേഞ്ച് വന്നുണ്ട്. ഇപ്പം ഒരു അരക്കെട്ട കൂട്ടിയിട്ടാണ് പാടുന്നത്. ഇനി എനിക്ക് വേറൊന്നും അറിയണ്ട. ഇപ്പം നീലനിലാവൻ ചേല ചൊറിഞ്ഞും അവിടെയും ലോ ആണ്. അപ്പം ആ സംഗതികൾ രജിസ്റ്റർ ആവുന്നില്ല അങ്ങോട്ട്. അത് കഴിഞ്ഞ് പാർവണ ചന്ദ്രിക പാടി. മിഴികളുലഞ്ഞു രാവൊരു കന്യക, രാവൊരു കന്യക, രാവൊരു കന്യക, രാവൊരു കന്യകയാ പാർവണ ചന്ദ്രിക പാൽമഞ്ഞിൽ നനഞ്ഞു, പാർവണ ചന്ദ്രിക പാൽമഞ്ഞിൽ നനഞ്ഞു, പരിഭവം ഞാൻ മറന്നു നാഥ. എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല, കുറച്ച് ശ്രുതി കൂട്ടി ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കും അല്ലേ. പക്ഷെ ഒരുപാട് സ്ഥലങ്ങൾ മോള് ഗംഭീരമായിട്ട് പാടി കേട്ടു. ആ സി ശ്രുതിയിലും ഒരു കട്ടയിലും മോള് ഒത്തിരി സ്ഥലങ്ങൾ നന്നായിട്ട് പാടി. പിന്നെ കുറച്ച് സ്ലിപ്പ് വന്നു, കാരണം ലാസ്റ്റിലൊരു നാഥ എന്ന് പറഞ്ഞ് എടുക്കുന്നില്ല, ഒരു സംഗതിയോടുകൂടി എടുക്കുന്നില്ലേ. ബട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒത്തിരി സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മോള്. കാരണം നല്ല വെരി ഗുഡ് സെലക്ഷൻ. ഇത് ശഖാന എത്ര കേട്ടാലും മതി വരാത്തൊരു രാഗമാണ്. ഇതിനകത്ത് ഒത്തിരി പാട്ടുകളുണ്ട്. ദൈവീകമായിട്ടുള്ള ഒരു പ്രണയമാണ് ഈ ശഖാനയുടെ. എങ്കിൽ ദൈവികമാക്കുകയും ചെയ്യാം. നമ്മളൊരു കച്ചേരിക്ക് പാടുമ്പോഴത്തേക്ക് ഈ ശഖാന രാഗം പാടിയിട്ട് കീർത്തനം പാടിയാൽ അത് ദൈവികമാവും. ബട്ട് നമ്മളൊരു ലൈറ്റർ വെർഷനിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രണയവും ആകും. അതാണല്ലോ നാഥ നീ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഗിരീഷ്. എനിഹോ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് മോള് കൊണ്ടുവന്ന പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി അലക്സേട്ടൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പസിഷനാണിത്. പക്ഷെ മോള് പാടിയപ്പം ഡെഫിനറ്റ്ലി മോള് വരുന്ന റൂട്ട് വെച്ചും പിന്നെ ഇപ്പോഴത്തെ മോൾക്ക് സുഖമില്ല എന്ന് പറയുന്നതെല്ലാം കൺസിഡർ ചെയ്ത് നോക്കുമ്പം മോളൊട്ടും മോശമല്ല. പക്ഷെ ഈ പാട്ടിന് വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. സ്പെഷ്യലി മോള് ലോങ് നോട്ട്സ് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് മോൾക്ക് ശ്രുതി അവിടെ നിൽക്കാത്തത്. കുറച്ചങ്ങ് കയറിപ്പോന്നോ ഇറങ്ങിപ്പോന്നോ. അതൊന്നും മോള് ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനത്തെ പാട്ടുകളൊക്കെ രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ട് ശ്രുതി ശുദ്ധമായിട്ട് പാടുമ്പോൾ കിട്ടുന്നൊരു സുഖം പല സ്ഥലങ്ങളിലും ഒരു പൊടിക്ക് കുറഞ്ഞു. അതൊന്നും മോള് ശ്രദ്ധിക്കണം. ചില രാഗങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ കൊടുത്താൽ ആ ഭാവം വരണമെങ്കിൽ ചില രാഗങ്ങൾക്ക് ഒരു ആട്ടം വരാനുണ്ട്. ആ ആട്ടം ആ സംഗതികൾക്കൊക്കെ അതില്ലേ, അതുപോലത്തെ വേറെ പല സ്ഥലങ്ങളിൽ അതേ ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. അവിടെ മോളുടെ ആട്ടം കുറച്ച് കുറവാണ്. അത് ശരിക്കും ആടിയാലേ ആ ഒരു ശൃംഗാരഭാവം കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ടെക്നീക്ക് എന്ന് മോൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മോള് വേറെ ഏത് പാട്ട് പഠിക്കുമ്പോഴും ഈ ആട്ടത്തിൽ കിട്ടുന്നൊരു ഭാവം എന്താണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പം അങ്ങനത്തെ എക്സ്പ്രഷൻസ് കുറച്ച് ശ്രദ്ധിക്കുക. അല്ലാതെ എനിക്ക് തോന്നുന്നു മോള് പാടിയിരിക്കുന്നത് മോളുടെ യാത്ര നോക്കുകയാണെങ്കിൽ മോള് ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് പാടിയത്. ഇനിയും ബെറ്റർ ആവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്നത്തെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു, പാട്ടിൽ ഫീൽ ചെയ്തു. ഒരു പേടി മുഖത്തുണ്ടായിരുന്നില്ലെങ്കിലും പാട്ടിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. വോയിസ് സ്റ്റഡി അല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നി പല സ്ഥലങ്ങളിലും. നാഥ നാഥ നീ വരുമ്പോ അവിടെ ഒരു വൈബ്രേഷൻ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. ഏറ്റവും ഹൈ പിച്ച് പോർഷൻസ് എല്ലാം, അതായത് എനിക്ക് അനുപല്ലവിയുടെ
പാർവണ ചന്ദ്രിക ചരണത്തിലെ നിന്മടിയിൽ ഞാൻ, അത് സെക്കൻഡ് ഹാഫ്, അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ സെക്കൻഡ് ഹാഫ് വളരെ മനോഹരമായിരുന്നു. ആ ഹൈ പിച്ച് പോകുന്ന ഭാഗങ്ങൾ, ആ ലോ പിച്ച് ആയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് ഈ വൈബ്രേഷൻ ഫീൽ ചെയ്തത് എനിക്ക്. ആ ഒരു നാഥ ഒന്ന് പാടിയ കേൾക്കട്ടെ. ഈ നാഥ എന്ന് വിളിക്കുമ്പോൾ നാഥനെ പ്രേമത്തോടു കൂടി വിളിക്കുന്ന രീതിയിലൊന്ന് പാടി നോക്കി. നാഥ ബെറ്റർ. അതൊക്കെ വരുമ്പോൾ അതൊക്കെ ഇല്ലേ, അത് വൈബ്രേഷൻ ഇല്ലാതെ ഒഴുകി വരണം. പിന്നെ നീലനിലാവിൻ, അത് അനുപല്ലവിയുടെ. അത് തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇത് ഷഹാന രാഗമാണ് എന്നറിയാലോ. ഞാനൊരു പാട്ട് ഷഹാന രാഗത്തിൽ പാടിയിട്ടുണ്ട്. യെസ്. അതുകൂടാതെ അലക്സേട്ടൻ തന്നെ എന്നെ കൊണ്ടൊരു പാട്ട് ഷഹാനയുടെ ഒരു ഛായ ഉണ്ടെന്ന് മാത്രം. വാവേ മകനേ തിരുനാളിൻ മകനേ വമ്പനായി നീ എന്നാലും പൊന്നേ നെഞ്ചിലിന്നും കുഞ്ഞാണു നീയേ കുറുമ്പിന്റെ നിറകുടമേ. ഞാനും ഉഷാ ദീദിയും കൂടി ചേർന്ന് പാടിയ പാട്ടാണിത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വണക്കം. ഹലോ. ഹൗ ആർ യു? സോ വൈഗമോൾ, ഞാൻ പാട്ട് കേട്ടു, അടിപൊളിയായിരുന്നു. വൈഗമോളുടെ വോയിസിനൊരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്രസൻസ് ഉണ്ട്. ഈ രാഗം ഇപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ്. ഇതിൽ സന്തോഷവും ഇച്ചിരി സങ്കടവും അവിടെ ഇവിടെ ഉള്ളൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രാഗമാണ് സഹാന. ആൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഈ രാഗത്തിലുണ്ട്. ആൻഡ് ഔട്ട് ഓഫ് ദം വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്സ് ഈസ് ഫ്രം കളിയാട്ടം. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം, ഒരുപാട് നാളായി കാത്തിരുന്നു, നീ ഒരു നോക്കു കാണാൻ വന്നില്ല, ചന്ദനത്തിന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ, എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടു പരിഭവം. സോ താങ്ക് യു സോ മച്ച് വൈഗമോൾ. ഒത്തിരി ഇഷ്ടമുള്ള ഒരു രാഗമാണ് സഹാന. എന്ത് രസമായിട്ടാണ് പാടിയിരിക്കണേ. ഇങ്ങനത്തെ വണ്ടർഫുൾ പെർഫോമൻസസ് പ്ലീസ് കീപ് ഷെയറിങ് ഇറ്റ് വിത്ത് അസ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. കുട്ടനാട് വഴിയാണ് വന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കാറിൽ തിരിച്ചപ്പോഴത്തേക്ക് വെഞ്ഞാറമൂടായപ്പോൾ ഉണ്ട് ഭയങ്കര ബ്ലോക്ക്. പിന്നെ എൻ്റെ ഡ്രൈവർ പറഞ്ഞു നമുക്ക് അടൂരിൽ നിന്ന് കയറി ഹരിപ്പാട് വഴി. ഞാൻ പറഞ്ഞത് വേണ്ട, പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചങ്ങനാശ്ശേരി ചെന്നപ്പോഴത്തേക്ക് കോട്ടയത്ത് ബ്ലോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങനാശ്ശേരി നേരെ കുട്ടനാട് വഴി, അറിയാമല്ലോ വഴി, ആലപ്പുഴ ആ റൂട്ട്, നിങ്ങളുടെ കുട്ടനാട് വഴി ഇങ്ങനെ വന്നപ്പം നല്ല കരിങ്കോഴി നിൽക്കുന്നു. അങ്ങനെ അങ്കിൾ ഇന്നലെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കരിങ്കോഴിയെ വാങ്ങിച്ചു. അതെ, അപ്പോഴാണ് അവിടെ ഒരു 2 താറാവിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രേഖ മിസ് വന്നത്. വെറുതെ കാലൊന്ന് നോക്കാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ മാഡം ഓടി വന്നു. ഞാൻ ഇന്നാരുടെ ടീച്ചറാണ്, എൻ്റെ പേര് രേഖ എന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കൂട്ടി? ഞാൻ പറഞ്ഞു പാട്ടൊക്കെ പാടും. അയ്യോ എൻ്റെ പൊന്ന് സാറേ ഭയങ്കര വായാടിയാണ്, ഒന്ന് പറയണം, കാരണം ഈ ഇത്രയും ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ശബ്ദമൊക്കെ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറയാമെന്ന്. സത്യമാണോ? അങ്ങനെയാണ് ഈ ടീച്ചർ അങ്ങനെ പറയത്തില്ലല്ലോ. സ്കൂളില് നേരത്തെ ഇച്ചിരിയൊക്കെ സംസാരിക്കും. പിന്നെ അഭിയ, അങ്ങനെ ഐഷ, അങ്ങനെയുള്ള കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞു. ഇവരൊക്കെ ഭയങ്കര വായാടി കൂട്ടങ്ങളാണ്, പ്രശ്നകാരികളാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച സത്യമാണെങ്കിൽ ഒരു ചൂരവടി ഞാൻ വാങ്ങിച്ചു വെക്കാൻ തോന്നുന്നു. ബൈക്കക്കുട്ടിയാണ് ഇതിന്റെ ലീഡർ എന്നാണ് കേൾക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ മൊത്തം. അയ്യോ ഞാൻ ലീഡർ. പിന്നെ ഞങ്ങൾ 6 പേര് ഭയങ്കര കട്ട ഫ്രണ്ട്സ്. അപ്പം കട്ടെ
കട്ടാന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്സാ. കട്ടയും കൊണ്ടാണ് നടക്കുന്നത്. അല്ല പിന്നെ ചങ്ക്സ് എന്ന് ഓ ഉദ്ദേശിച്ചു. ചങ്ക്സ്. അതെ. ഇനി മേല ചങ്ക്സ് എന്നോ കട്ടയെന്നോ എല്ലാം പറഞ്ഞ ഞാൻ ചൂരിലെടുക്കും. ഞാൻ ടീച്ചറിന്റെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട് തല്ല. അയ്യോ. ഓക്കെ, ഏതായാലും ഇന്നത്തെ മാർക്ക് 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ഞാനും മോൾക്ക് തരുന്നു 8.5. താങ്ക് യു സർ. മോൾക്ക് ഞാനും തരുന്നു 8.5. താങ്ക് യു സർ. ടോട്ടൽ 25.5 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. 25.5 മാർക്സ് കിട്ടിയ വൈഗമോൾക്ക് ജഡ്ജസ് പാനൽ എന്ന് തരുന്നു A triple wow. താങ്ക് യു സർ. അടി ഒരു രേഖപ്പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a triple wow. താങ്ക് യു. Wow. 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 അപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. ഇനി വോട്ടിംഗുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. വടക്കുംനാഥന്റെ മുന്നിൽ കംപ്ലീറ്റ് ഷോപ്പിംഗ് ഒരുക്കി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി എത്തുന്നു. തൃശ്ശൂർക്കാർക്ക് ഇനി ഏറ്റവും ട്രെൻഡിയായ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും ഇനി മൈജി ഫ്യൂച്ചർ സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കാം. ഒരു കുടുംബത്തിലേക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുകയാണ് മൈജി ഫ്യൂച്ചർ സ്റ്റോറിലൂടെ. തൃശ്ശൂരിലെ മൈജിയുടെ 8ാമത്തെ ഷോറൂമും ആദ്യത്തെ ഫ്യൂച്ചർ ഷോറൂമുമാണ് ഏപ്രിൽ 10 ആരംഭിക്കുന്നത്. മൈജിയുടെ കേരളത്തിലെ 90ാമത്തെ ഷോറൂമാണ് തൃശ്ശൂരിലേത്. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, സ്മാർട്ട് TV, AC, ഫ്രിഡ്ജ്, മിക്സി, വാഷിംഗ് മെഷീൻ, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങി ഒരു കുടുംബത്തിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒറ്റയടിക്ക് സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് ഏപ്രിൽ 10 തൃശ്ശൂർ പൂത്തോളിലുള്ള മൈജി ഫ്യൂച്ചർ ഷോപ്പിൽ വെച്ച് കാണാം. എൻജോയ് യുവർ ഫാമിലി ഷോപ്പിംഗ് വിത്ത് മൈജി ഫ്യൂച്ചർ സ്റ്റോർ. ദീപോങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ദേവനശ്രിയ. വെൽക്കം ദേവനശ്രിയ ഓൺ സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.